2016 40,000 വോട്ട് ക്ലബിലാണ് ഐഷ പോറ്റിയുടെ പേരുവിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40,000-ലധികം വോട്ട് ഭൂരിപക്ഷം കിട്ടിയവരിൽ രണ്ടാം സ്ഥാനക്കാരിയാണിവർ. ഒന്നാമൻ ടി വി രാജേഷ്, ഭൂരിപക്ഷം 42,891. പോറ്റിക്കും താഴെയാണ് EP ജയരാജൻ. ജയരാജന് താഴെ ജെയിംസ് മാത്യുവും C കൃഷ്ണനും. അന്ന് പിണറായി വിജയന്റെ ഭൂരിപക്ഷം 36,905. ഐഷ പോറ്റിയുടേത് 42,891. പിന്നെയുമുണ്ട് വിശേഷം. റെക്കോർഡുകാരിൽ മറ്റു 3 പേർ കണ്ണൂർ ജില്ലക്കാർ. പോറ്റി മാത്രം കൊല്ലം ജില്ലയിൽ. 30 വർഷം ബാലകൃഷ്ണപിള്ള കക്ഷത്തിൽ കൊണ്ടു നടന്ന കൊട്ടാരക്കര പിടിക്കാൻ 2006 ഐഷ പോറ്റി വേണ്ടിവന്നു. പക്ഷേ 2021 പാർട്ടി പിടുത്തമിട്ടു. KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ കെട്ടിയിറങ്ങി. 2025 ആയപ്പോഴേക്കും ഐഷ പോറ്റി നാട്ടിൽ പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ നിന്നുവരെ പുറത്തായി. സർക്കാർ ചടങ്ങുകളിലെല്ലാം മുൻ MLAക്ക് ഊരുവിലക്കായി. ഐഷ പോറ്റി സാത്വികയാണ്, ബ്രാഹ്മണ വനിതയാണ്. 2006 MLA ആയി ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുപോയി. കമ്മ്യൂണിസ്റ്റിന് ദൈവവിശ്വാസം പാടുണ്ടോ? പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ ശാസിച്ചു. 2016 റെക്കോർഡ് ഭൂരിപക്ഷത്തിന് MLA ആയപ്പോൾ മന്ത്രിയാക്കാമായിരുന്നു. ജില്ലാ പഞ്ചായത്തിലൊക്കെ ഇരുന്ന് ഭരണപരിചയമുണ്ട്. നിയമത്തിൽ ബിരുദാനന്തര ബിരുദമുണ്ട്. പക്ഷേ ശൈലജ മന്ത്രിയായി. മനസ്സ് വേദനിച്ചപ്പോ ഒപ്പം നിന്നത് കോൺഗ്രസുകാർ. അതിന്റെ പേരിൽ പാർട്ടി ചാർത്തി കൊടുത്തത് വർഗവഞ്ചക പട്ടം. ഏതായാലും വർഗശത്രുവെന്ന കൊടും പാപത്തിൽ നിന്ന് തോമസ് ഐസക്കും മേഴ്സിക്കുട്ടിയമ്മയും മാപ്പ് കൊടുത്തു. പോറ്റി പക്ഷേ കരുതിയിരിക്കണം, കുലംകുത്തി സർട്ടിഫിക്കറ്റ് കിട്ടാതെ. അതിന്റെ അധികാരി പിണറായി വിജയനാണ്. ശേഷം ആലോചിക്കാവുന്നതേയുള്ളൂ. ഈശ്വരൻ തുണയാവട്ടെ ഐഷ പോറ്റിക്ക്.